എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. അത്താണിയിലെ ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ പൂർണ്ണമായും അണച്ചു. ഏകദേശം ഒരു 12 മണി കഴിയുന്നതോടുകൂടിയാണ് ഇവിടെ വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടായത്. 4ഓളം ഫയർ യൂണിറ്റുകളെത്തിയാണ് ഈ തീ അണക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. ഈ ഹോട്ടലാണ് ഗ്രാൻഡ് മലബാർ ഹോട്ടലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ദേശീയപാതയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ ഇതിലിപ്പം തീ പൂർണ്ണമായും അണയ്ക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു. 4ഓളം യൂണിറ്റുകൾ അടിയന്തരമായി ഇടപെട്ട് ഇവിടെ എത്തിയത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായത് എന്നുള്ളതാണ്. ആളപായങ്ങളൊന്നും തന്നെ ഇല്ല. വലിയ രീതിയിലുള്ള കസ്റ്റമേഴ്സോ ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ ഒരു തീ പൂർണ്ണമായും അണയ്ക്കാൻ വേണ്ടി ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു തീ പൂർണ്ണമായും അണയ്ക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെ ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു കഫറ്റേരിയ, നമുക്കറിയാം ഒരു ചായയും പലഹാരങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കഫറ്റേരിയ ഉണ്ട്. അവിടെയും അതും പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരോട് നമുക്ക് വിശദീകരണങ്ങൾ ചോദിക്കാം. എപ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത്? ഇത് ഒരു 12 മണിയോടുകൂടിയാണ്. അപ്പോൾ അവിടെ തന്തൂരി അടുപ്പ് ക്ലീൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്നും തീ ആളി പടർന്നതാണ്. തീ ആളി പടർന്ന് ഇതിൻ്റെ മേലേക്ക് കത്തി പിടിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ പോലീസ് ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ തീ കെടുത്താനായിട്ട് സാധിച്ചു. കൃത്യമായ ഇടപെടൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആർക്കും പരിക്കില്ല എന്നാണ് അറിയിച്ചത്. റീസെൻ്റായിട്ട് തന്നെ ഒരു റെനോവേറ്റ് ചെയ്തതുകൊണ്ട് നഷ്ടം കാര്യമായിട്ട് സംഭവിച്ചു എന്ന് അതിൻ്റെ ഓണർ നാദിർഷ പറയുന്നുണ്ട്. കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ തന്തൂരി അടുപ്പിൽ നിന്നാണ് ഈ ഒരു തീ പടർന്നത് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഉടനെ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോലീസിനും ഫയർഫോഴ്സിനും സാധിച്ചത് തന്നെയാണ് ഈ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായത്. നമുക്കറിയാം ഉച്ചസമയം 3 അടുക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഇതിനുള്ളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഒന്നും തന്നെ ഇതിൽ അപകടം പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായി തന്നെ നമുക്ക് പറയാം. നമ്മൾ കടകളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള സാധനങ്ങളും എല്ലാം നശിച്ച രീതിയിലാണ്. ചെറിയ രീതിയിൽ ഒരു ബേക്കറി ഐറ്റംസ് കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായും നശിച്ചിരിക്കുന്ന ഒരു തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഒന്നുകൂടെ ഇത് റെനോവേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഇവിടുത്തെ ഉടമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിലും ഈ ഒരു അപകടം ഒന്നും ഇല്ലാതെ, ഈ ഒരു തീപിടുത്തം ഇല്ലാതെ വലിയ രീതിയിലുള്ള അപകടങ്ങളോ ഒന്നും തന്നെ, ആളപായമോ ഒന്നും തന്നെ ഇല്ലാതായി എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായി തന്നെ പറയാം.